ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കൊച്ചിയിലെത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രസീൽ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളത് 425 പേർ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രതിരോധ നടപടികൾ ശക്തം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ബെർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കേരളത്തിലെത്തും. ഉച്ചകഴിഞ്ഞ് പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം നാളെ രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. പിന്നീട് കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ 8 മുതൽ 10 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഡ്രോൺ ഉപയോഗങ്ങൾക്കും നിയന്ത്രണമുണ്ട്. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ 4ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തി. ഇന്ന് വൈകുന്നേരം 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉച്ചകോടിയിൽ ആഗോള ഭരണപരിഷ്കരണം, സമാധാനവും സുരക്ഷയും, നിർമ്മിത ബുദ്ധിയുടെ ഉത്തരവാദിത്വപരമായ ഉപയോഗം, ആഗോള ആരോഗ്യം, സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങി പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും. ശേഷം പ്രധാനമന്ത്രി ബ്രസീലിയൻ തലസ്ഥാനമായ ബ്രസീലിയ സന്ദർശിക്കും. ബ്രസീൽ പ്രസിഡന്റ് ലൂയി ഇനാസിയോ ലുല ഡെസൽവയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ കെട്ടിടാപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ മന്ത്രി ആശ്വസിപ്പിച്ചു. സർക്കാർ പൂർണ്ണമായും കുടുംബത്തോടൊപ്പമുണ്ടാകുമെന്നും നിയമപരമായ എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കുമ്പഴയിലെ മന്ത്രിയുടെ കുടുംബ വീട് ആക്രമിക്കാൻ ശ്രമം നടന്നു. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഒരു നീക്കവും സമൂഹം അംഗീകരിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമെമ്പാടും പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളത് ആകെ 425 പേർ. മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേർ ICU ചികിത്സയിലുണ്ട്. നിപ ഉറവിടം കണ്ടെത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നിപ രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. തീവ്രപരിചരണ വിഭാഗത്തിലാണ് അവർ കഴിയുന്നത്. മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് ഇന്നലെ ഇവരെ കോഴിക്കോട്ടേക്ക് മാറ്റിയത്. പാലക്കാട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ 40 ബെഡുകളുള്ള ഐസൊലേഷൻ യൂണിറ്റ് സജ്ജീകരിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 26 അംഗ കമ്മിറ്റിയും നിലവിൽ വന്നു. ജില്ലയിൽ 110 പേരാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. 61 ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട്. നിപ്പ സ്ഥിരീകരിച്ച പ്രദേശം അടച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പ്രദേശത്ത് പനി പരിശോധന നടത്താനും സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനുമാണ് നിർദ്ദേശം. വവ്വാലുകൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുന്നതും അവയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുന്നതും ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. കേരള സർവകലാശാലയിൽ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. VCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് മുഹറം മാസത്തിലെ വിശുദ്ധ ദിനം ആചരിക്കുന്നു. മൂസ പ്രവാചകൻ ഫറോവയിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തിയ സ്മരണയിൽ സുന്നി വിഭാഗവും കർബല യുദ്ധത്തിൽ ഹുസൈൻ ബിൻ അലി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിൽ ഷിയ വിഭാഗവും ഈ ദിനം ആചരിക്കുന്നു. മുസ്ലിങ്ങൾ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ഉപവാസവും അനുഷ്ഠിക്കുന്നു. മുഹറ അനുഷ്ഠാന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് ആശംസകൾ നേർന്നു. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരം ജില്ലാതല അദാലത്ത് നാളെയും മറ്റന്നാളും നടക്കും. തൈക്കാട് PWD റെസ്റ്റ് ഹൌസിൽ രാവിലെ 10 ആരംഭിക്കുന്ന അദാലത്തിന് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും നേതൃത്വം നൽകും. പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിക്കും. പച്ചക്കറി ഉൽപ്പാദന വർധനവും സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട് വിവിധ വകുപ്പുകളുടെയും പൊതുസമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. മുഖ്യമന്ത്രിയുടെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കൃഷിവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയിൽ 16 സർക്കാർ വകുപ്പുകളെ കൂടി ഭാഗമാക്കും. തരിശുഭൂമി, വീട്ടുവളപ്പ്, മട്ടുപ്പാവ്, റവന്യൂ ഭൂമി, സ്കൂൾ, കോളേജ് എന്നിവയുൾപ്പെടെ കൃഷി ചെയ്യാൻ സാധ്യമായ എല്ലാ സ്ഥലങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും. തൊഴിലുറപ്പ് പദ്ധതിയും കുടുംബശ്രീ പ്രവർത്തകരുടെ സഹകരണവും ഉറപ്പാക്കും. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിത്തുകളും തൈകളും ഉൾപ്പെടെ വിതരണം ചെയ്യും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഹൈപ്പവർ കമ്മിറ്റിക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് തലത്തിലും പദ്ധതിയുടെ മേൽനോട്ടം ഉറപ്പാക്കാൻ സമിതി രൂപീകരിക്കും. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഈ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം കാസർഗോഡ് ജില്ലയിലെ ഉപ്പള നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ നദിക്കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ബെർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ 608 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമുയർത്തി ഇന്ത്യ. 6 വിക്കറ്റിന് 427 റൺസ് നേടി രണ്ടാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. 4ാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. വൈകുന്നേരം 3:30 ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ആത്മീയ നേതാവ് ദലൈ ലാമയുടെ 90ാം ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു. 1.4 കോടി ഇന്ത്യക്കാരുടെ പേരിൽ ആശംസകൾ നേരുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സ്നേഹം, കാരുണ്യം, ക്ഷമ, ധാർമ്മിക അച്ചടക്കം എന്നിവയുടെ ശാശ്വത പ്രതീകമായാണ് ദലൈലാമയെ ശ്രീ മോദി വിശേഷിപ്പിച്ചത്. ധരംശാലയിൽ നടന്ന ജന്മദിനാഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ 2 ബസ്സുകളിലെയും ഡ്രൈവർമാർ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഓർഡിനറി ബസ് ഡ്രൈവറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർ ഡാമിലേക്കും അമ്പൂരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും വന്ന ബസ്സുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ മറ്റൊരു ഡ്രൈവറെയും യാത്രക്കാരെയും സമീപത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം കരുവാരക്കുണ്ടിലെ നരഭോജി കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങി. ജില്ലയുടെ മലയോര ഗ്രാമങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവയെ പിടികൂടാൻ കഴിഞ്ഞ 53 ദിവസമായി വനം വകുപ്പിന്റെ പ്രത്യേക ദൌത്യ സംഘം ക്യാമ്പ് ചെയ്ത് തെരച്ചിൽ നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ മെയ് മാസം 15-നാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലിയെ കടുവ കൊലപ്പെടുത്തിയത്. 13 വയസ്സോളം പ്രായം കണക്കാക്കുന്ന പെൺകടുവയെ വീണ്ടും വനത്തിൽ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. തൽക്കാലം നിലമ്പൂർ സൌത്ത് RRT പ്രവർത്തിക്കുന്ന അമരമ്പലത്തേക്ക് കടുവയെ മാറ്റുവാനും തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. വയനാട് സുൽത്താൻ ബത്തേരി ഓടപ്പള്ളത്ത് ഇന്ന് രാവിലെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഓടപ്പള്ളം പുതുവീട് ഉന്നതിയിലെ സുരേഷ്, സുകുമാരൻ, സമീപവാസിയായ ഓലിക്കൽ ധനൂപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ഒളവണ്ണ ഇരിങ്ങല്ലൂരിൽ വീട്ടിലെ വാഷിംഗ് മെഷീനിൽ കുടുങ്ങിയ 4 വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തി. മീൻചന്ത നിലയത്തിൽ നിന്നും ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സനലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിക്കുകളൊന്നുമില്ലാതെ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കുട്ടി കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ടോപ്പ് ലോഡർ വാഷിംഗ് മെഷീനിൽ കുടുങ്ങിയതെന്ന് വീട്ടുകാർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കൊച്ചിയിലെത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നാളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രസീൽ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ന് 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളത് 425 പേർ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ പ്രതിരോധ നടപടികൾ ശക്തം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.